പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാദിഖ്. നമ്മുടെ രാജ്യത്ത് പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. അവരുമായി പലപ്പോഴും നമുക്ക് സംസാരിക്കേണ്ടി വരാറുണ്ട്. ഈ സമയത്ത് അവരുടെ ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ പരസ്പരം സംസാരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടാറുണ്ട്. അവരുടെ ഭാഷ അറിയുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ നമുക്ക് പരസ്പരം വളരെ എളുപ്പത്തിൽ സംസാരിക്കാനും സംസാരിച്ചത് മനസ്സിലാക്കാനും പറ്റുന്ന ഒന്ന് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടെങ്കിലോ വളരെ സന്തോഷമാകും. അത്തരത്തിലൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണിത്. ഒരുപക്ഷെ ഈ ആപ്ലിക്കേഷൻ പലരും ഉപയോഗിക്കുന്നുണ്ടാകും. ഉപയോഗിക്കാത്തവർക്ക് ഇതിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. ഒരുപാട് ഫീച്ചേഴ്സുകൾ ഈ ആപ്ലിക്കേഷനിലുണ്ട്. മറ്റു ഭാഷകൾ പഠിക്കാൻ കൂടെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഇതിൽ മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ് തുടങ്ങി പ്രധാനപ്പെട്ട ചില ഭാഷകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഭാഷകൾ പിന്നീട് ഉണ്ടാകാം. പ്ലേ സ്റ്റോറിൽ ഭാഷിണി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ ഇൻസ്റ്റാൾ എന്ന ഭാഗം ടച്ച് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ ആക്കിയാൽ ആപ്ലിക്കേഷന്റെ ഭാഷ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷ് തന്നെയാണ് ആപ്ലിക്കേഷൻ ഭാഷയായി സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കാണാം. അത് ടച്ച് ചെയ്യുക. കണ്ടിന്യൂ നൽകിയാൽ താഴെയുള്ള നെക്സ്റ്റ് എന്ന ഭാഗം ടച്ച് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് എന്ന് ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാം, മെയിൽ, ഫീമെയിൽ. ആരുടെ ശബ്ദത്തിലാണ് നമുക്ക് വോയിസ് കേൾക്കേണ്ടത് അതിനനുസരിച്ച് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം താഴെയുള്ള ലെറ്റ്സ് ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം ടച്ച് ചെയ്താൽ നമുക്ക് ഹോം പേജിൽ എത്താം. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാം. ടെക്സ്റ്റ് എഴുതിയിട്ട് നമുക്കത് മറ്റു ഭാഷകളിൽ കേൾക്കാൻ സാധിക്കും. എന്തെങ്കിലും എഴുതി അതിന്റെ പരിഭാഷ കിട്ടാൻ ടി എന്ന ഈ ഭാഗം ടച്ച് ചെയ്യുക. നാം നൽകുന്ന ഭാഷ ഫസ്റ്റ് നൽകുക. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ടു എന്നതിൽ നിന്ന് ഏത് ഭാഷയിലേക്കാണ് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, പരിഭാഷപ്പെടുത്തേണ്ടത്, അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഭാഗം ടച്ച് ചെയ്ത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഞാൻ ഇവിടെ എന്തു ചെയ്യുന്നു എന്ന് എഴുതി കൊടുക്കുകയാണ്. മുകളിൽ ഞാൻ മലയാളം എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഭാഷ ഇംഗ്ലീഷ് എന്നും നൽകിയിട്ടുണ്ട്. ശേഷം താഴെയുള്ള ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം ടച്ച് ചെയ്തിടുക. അപ്പോൾ നമുക്ക് അവിടെ അതിന്റെ ട്രാൻസ്ലേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ടച്ച് ചെയ്ത് നമുക്കത് എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുകൂടെ കേൾക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാക്കാൻ ഹോം വോയിസ് എന്ന ഈ ഭാഗം ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെർമിഷൻ ചോദിക്കും, അത് എനേബിൾ ചെയ്യുക. ശേഷം ഞാൻ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ ഏതു ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷ സെലക്ട് ചെയ്യാവുന്നതാണ്. നാം ഇവിടെ ഒരാളുമായി സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ ഭാഷ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഭാഷയായ മലയാളം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അയാൾ പറഞ്ഞത് എന്താണ് എന്ന് മലയാളത്തിൽ കേൾക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും നാം പറഞ്ഞത് വീണ്ടും ഭാഷ സെലക്ട് ചെയ്ത ശേഷം അയാളുടെ ഭാഷ സെലക്ട് ചെയ്ത് അയാൾക്ക് കേൾപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം ഈ ആപ്പിന്റെ സഹായത്തോടു കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഉപകാരമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമന്റും ചെയ്യാനും മറക്കില്ലല്ലോ.